നമസ്കാരം, ടി ന്യൂസിലേക്ക് സ്വാഗതം. മതവിദ്വേഷ പരാമർശവുമായി ബന്ധപ്പെട്ട് ബി.ജെ.പി. നേതാവ് പി.സി. ജോർജ് ഇന്ന് പോലീസ് സ്റ്റേഷനിൽ ഹാജരായില്ല. ഹാജരാകാൻ ആവശ്യപ്പെട്ട് ഈരാറ്റുപേട്ട പോലീസ് ജോർജിന് നോട്ടീസ് അയച്ചിരുന്നു. എന്നാൽ പി.സി. ജോർജ് നോട്ടീസ് കൈപ്പറ്റിയിരുന്നില്ല. 2 തവണ ഈരാറ്റുപേട്ട പോലീസ് നോട്ടീസുമായി പി.സി. ജോർജിന്റെ വീട്ടിലെത്തിയിരുന്നു. എന്നാൽ പി.സി. ജോർജ് വീട്ടിൽ ഇല്ലാത്തതിനെ തുടർന്ന് പോലീസുകാർ മടങ്ങി പോവുകയായിരുന്നു. അദ്ദേഹം വീട്ടിൽ ഇല്ലെന്നാണ് വീട്ടുകാർ പോലീസിനെ അറിയിച്ചത്. തിങ്കളാഴ്ച ഹാജരാകുമെന്ന മകൻ ഷോൺ ജോർജും പോലീസിനെ ഫോൺ വഴി അറിയിച്ചിരുന്നു. തിങ്കളാഴ്ച ഹാജരാകേണ്ട സമയം ആവശ്യപ്പെട്ട് പോലീസ് അപേക്ഷ നൽകും. പോലീസ് ജോർജിനെ അറസ്റ്റ് ചെയ്യാൻ നീക്കങ്ങൾ നടത്തുന്നതിനിടെയാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഇപ്പോൾ സാവകാശം ആവശ്യപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരുന്നു. കൂടാതെ നേരത്തെ കോട്ടയം ജില്ലാ സെഷൻസ് കോടതിയും ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയുണ്ടായി. ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശമനുസരിച്ച് കൂടുതൽ നടപടിയെടുക്കാനാണ് ഇപ്പോൾ പോലീസിന്റെ നീക്കം. അതേസമയം പി.സി. ജോർജിന്റെ അറസ്റ്റ് വൈകുന്നതിൽ പ്രതിഷേധിച്ച് SDPIയും ഈരാറ്റുപേട്ട സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. കഴിഞ്ഞ ജനുവരി 6-നാണ് ജോർജ് ചാനൽ ചർച്ചയ്ക്കിടെ മതവിദ്വേഷ പരാമർശം നടത്തിയത്. മതസ്പർദ്ധ വളർത്തൽ, കലാഹ്വാനം തുടങ്ങിയ വകുപ്പുകളാണ് അദ്ദേഹത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത്. ഈരാറ്റുപേട്ട യൂത്ത് ലീഗ് മണ്ഡലം കമ്മിറ്റിയാണ് അദ്ദേഹത്തിനെതിരെ പരാതി നൽകിയത്. ചർച്ചയ്ക്കിടെ അദ്ദേഹം മുസ്ലിം വിരുദ്ധ പരാമർശങ്ങളാണ് നടത്തിയത്. വിദ്വേഷ പരാമർശം തനിക്ക് അബദ്ധത്തിൽ പറ്റിപ്പോയ പിഴവാണെന്ന് ജോർജ് വാദിച്ചിരുന്നു. എന്നാൽ കോടതി അതിന് കടുത്ത അതൃപ്തിയും പ്രകടിപ്പിക്കുകയുണ്ടായി.